ഹേ വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ. അപ്പോൾ ഇതൊരു തേർഡ് ഇയർ കഴിഞ്ഞിട്ട് വെക്കേഷനിൽ നാട്ടിലേക്ക് പോകുന്ന വീഡിയോ ആണ്. പക്ഷേ ഞാൻ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായി. ഇതൊക്കെ എൻ്റെ ഉസ്ബെക്ക് ഫ്രണ്ട്സാണ്. നമുക്ക് വല്ലാണ്ട് ഉസ്ബെക്കൊന്നും അറിയില്ല, അവർക്ക് ഇംഗ്ലീഷും അറിയില്ല. എന്നാലും നമ്മൾ തട്ടിമുട്ടി എങ്ങനെയൊക്കെ കമ്പനി ആയതാണ്. അപ്പോൾ നമുക്കിന്ന് ഫ്ലൈറ്റ് വരുന്നത് ഫർഗാന ടു തഷ്കൻ, തഷ്കൻ ടു ബോംബെ, ബോംബെ ടു കാലിക്കറ്റ്, ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തെടുക്കുക. ഓക്കെ. തഷ്കന്ത് എയർപോർട്ടിലെത്തി. ഫർഗാനയിൽ നിന്ന് തഷ്കന്തിലേക്ക് ഫ്ലൈറ്റിൽ ഹാഫ് ആൻ അവർ ഉള്ളൂ. നമ്മൾ ക്യാബിൽ വരികയാണെങ്കിൽ ഒരു 5 to 6 hours ഉണ്ടാകും. ട്രെയിനാണെങ്കിൽ ഒരു 4.5 to 5 hours ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഫ്ലൈറ്റാണ് എന്തുകൊണ്ടും ബെറ്റർ. കാരണം ഒരു ക്യാബ് കംപ്ലീറ്റ് എടുക്കുമ്പോഴത്തേക്ക് 5 lakhs ആവും. ഫ്ലൈറ്റ് എടുക്കാനാണെങ്കിൽ ആകെ 2 lakhs ഒക്കെ ആവണുള്ളൂ. തഷ്കന്ത് എത്തിയിട്ടും പിന്നെ ടെർമിനൽ മാറണം. ചെക്കിങ് കഴിഞ്ഞ് ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി. പക്ഷേ എനിക്കൊരു മിസ്റ്റേക്ക് ഫീൽ ചെയ്തതെന്താ വെച്ച് കഴിഞ്ഞാൽ, തഷ്കന്ത് എയർപോർട്ടിൽ നിന്ന് എൻ്റെ ലഗേജ് ചെക്ക് ചെയ്തപ്പം 15 കിലോൻ്റെ ലഗേജ് 18 കിലോ ആയി. അങ്ങനെ ഞാൻ 3 കിലോന് മാറ്റി ഞാൻ ഇതേ സെയിം ലഗേജ് ബോംബെയിലെത്തി നോക്കിയപ്പോൾ അത് 12 കിലോ. 2 ലഗേജിലും, ചെക്കിങ് ബാഗിലും പിന്നെ ഹാൻഡ് ലഗേജിലും ഒക്കെ ഈ വെയ്റ്റിൻ്റെ ഒരു ഡിഫറൻസ് ഞാൻ കണ്ട്. അതെന്തോ അവിടെ ഉഡായിപ്പ് നടത്തിയതാണോ എന്തോ എന്ന് എനിക്കറിയില്ല. ആൻഡ് ഈ ഡ്യൂട്ടി ഫ്രീ ഒക്കെ ഞാൻ ഈ വർഷം കാണുകയാണ്. കഴിഞ്ഞ വർഷമൊക്കെ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈവൻ ആ ഇൻ്റർനാഷണൽ ടെർമിനലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫ്ലൈറ്റിൽ കയറിയപ്പം ആ ഫ്ലൈറ്റിൽ ഫുൾ ഇന്ത്യൻ സ്റ്റുഡൻസ്, ഒരൊറ്റ ഉസ്ബെക്ക് പോലും ഇല്ല. ആകെയുള്ളത് ആ ക്യാബിൻ ക്രൂ മെമ്പേഴ്സ് മാത്രമാണ് ഉസ്ബെക്ക്. പിന്നെ ഒരു റഷ്യൻ ഗേളെ കണ്ടിരുന്നു. ബാക്കി മുഴുവൻ ഇന്ത്യൻ സ്റ്റുഡൻസ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് തിരിച്ചങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഫ്ലൈറ്റിൽ ആരുമില്ല. ആകെ 10 to 20 ഇന്ത്യൻ സ്റ്റുഡൻസും ബാക്കി ഫുൾ റഷ്യൻസ്. അതേപോലെ തിരിച്ച് സെക്കൻഡ് ഇയറിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. അതായത് സീറ്റിലൊന്നും ആരും ഉണ്ടാവില്ല. നമുക്കിങ്ങനെ കിടന്നിട്ടും ഇരുന്നിട്ടും എങ്ങനെ വേണമെങ്കിലും പോവാം. ബിസിനസ് ക്ലാസ്സിലൊന്നും ഒരാൾ പോലും ഇല്ലായിരുന്നു. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു ഉസ്ബെക്കിസ്ഥാനിൽ. അങ്ങനെ നമ്മൾ ബോംബെയിലേക്ക് ഫ്ലൈറ്റ് കയറി. ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉറങ്ങി. അപ്പം ഞാനൊന്ന് സിനിമ കാണാമെന്ന് വിചാരിച്ചു. ഫുഡ് വന്നപ്പോൾ എനിക്ക് സമയം പോകാൻ വേണ്ടി ഞാൻ അവിടെ സാൻഡ്വിച്ച് ഉണ്ടാക്കി കളിക്കുകയാണ്. കാരണം എനിക്ക് സമയം പോകണമില്ല, ഉറങ്ങാനും പറ്റണില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനവിടെ സാൻഡ്വിച്ച് ഉണ്ടാക്കി എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഉസ്ബെക്ക് ഫുഡാണ്, അതുകൊണ്ട് അതിൽ കുറച്ച് വെജീസും സോസേജും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ബോംബെ എത്തിപ്പിണ്ട് എല്ലാവരും സ്പീഡിൽ നടക്കണം, നമ്മൾ മാത്രം നോർമലി നടക്കണം. എല്ലാവരും നമ്മളെ നോക്കാം. അപ്പം ഞാൻ വെച്ച് ഇവരെന്തിനും ഇങ്ങനെ ഓടണേന്ന്. പിന്നെ ഇമിഗ്രേഷൻ പോയിന്റ് എത്തിയപ്പോഴാണ് എൻ്റെ കൂട്ടും ജനങ്ങൾ ഞാൻ അവിടെ കണ്ടത്. ഇപ്പോഴെല്ലാം മനസ്സിലായത്. അങ്ങനെ നമ്മൾ ബോംബെയിലെത്തി. ഇനി നമുക്കൊരു 9 hours ലേ ഓവർ ഉണ്ട്. പക്ഷേ നമുക്ക് അപ്പോൾ തന്നെ നമ്മൾ ലാൻഡ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് അടുത്ത് ചെക്കിനും കഴിഞ്ഞ് ബോർഡിംഗ് പാസും തന്നെ. അതുകൊണ്ട് നമുക്ക് ലഗേജ് എടുത്ത് നടക്കേണ്ട ഒരു ബുദ്ധിമുട്ട് വന്നില്ല. കാരണം നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് കുറച്ച് നടന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഞാനും ഫെബി നമ്മളെ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയി. ബാക്കി ഫ്രണ്ട്സൊക്കെ കൊച്ചി, ട്രിവാൻഡ്രം, കണ്ണൂർ എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റായി. അവരുടെ ഫ്ലൈറ്റൊക്കെ 3 to 4 hours തന്നെ ആയിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഉറങ്ങി, നല്ലൊരു സീറ്റ് കിട്ടി ഉറങ്ങി. അപ്പോൾ ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. അവർക്ക് മക്കളൊന്നുമില്ല. പിന്നെ അവർ നമ്മളോട് കുറേ നേരം സംസാരിച്ച് നമുക്ക് മെക്ഡൊണാൾഡ്സിൽ നിന്ന് ബർഗർ വാങ്ങി തന്ന്, ഐസ്ക്രീം വാങ്ങി തന്ന്, ഒരു നല്ല മെമ്മറി ആയിരുന്നു.
പിന്നെ നമ്മൾ സംസാരിച്ചങ്ങനെ സമയം പോയതേ അറിഞ്ഞിട്ടില്ല. സാധാരണ നമുക്ക് ഡൽഹിയിലാകുന്ന സമയത്ത് 19 മണിക്കൂർ 21 മണിക്കൂറൊക്കെയാണ് ലേവർ വരൽ. അത് വെച്ച് നോക്കുമ്പോൾ ഈ 9 മണിക്കൂർ നമുക്ക് പെട്ടെന്ന് പോയി. അങ്ങനെ നമ്മൾ അടുത്ത ഫ്ലൈറ്റിൽ കയറി കാലിക്കറ്റിൽ ലാൻഡ് ചെയ്ത്. അപ്പോൾ ഇത് എൻ്റെ കസിൻസ് എനിക്ക് ഫ്ലാസ്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ നിന്ന് നേരെ ചായക്കടയ്ക്ക് പോയി. ബിക്കോസ് നമുക്ക് ഉസ്ബെക്കിസ്ഥാനിൽ പലഹാരങ്ങളൊന്നും കിട്ടില്ലല്ലോ. അപ്പം നമ്മൾ കുറച്ച് ചായക്കടി തിന്നാന്ന് വിചാരിച്ച് നേരെ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണും വരെ ബൈ.